വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സിൻസൈ മെറ്റി എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പനി പിടിച്ച് കിടപ്പിലായ സിഹാൻ തൊട്ടടുത്തിരുന്ന് ശുശ്രൂഷിച്ച ഷെങ്യുവിനെ കണ്ടപ്പോൾ സ്വപ്നമാണെന്ന് കരുതി അവന്റെ കവിളിൽ പിടിക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞാണ് സ്വപ്നമല്ല യാഥാർത്ഥ്യം തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുന്നത്. ഒരു ഞെട്ടിലോടെ അവൾ പിടിവിട്ട് മാറിയിരിക്കുന്നുണ്ട്. നീ എങ്ങനെ എൻ്റെ വീടിനുള്ളിലെത്തി? എന്നോട് സോറി പറയാൻ വന്നതാണോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ചത്തുപോയേനെ. അതിന് എനിക്ക് നന്ദി പറയുകയാണ് വേണ്ടത് എന്നാണ് അവൻ പറഞ്ഞത്. അവൻ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചെങ്കിലും എൻ്റെ വീട് തന്നെയാണ് നല്ലത്, ഞാനെന്തായാലും വീടൊഴിയാതെ ഇരുന്നത് കാര്യമായി എന്ന് പറഞ്ഞ് അവൾ മൂടി പുതച്ച് കിടക്കുന്നു. അവൻ റൂയിയുടെ കാര്യം പറഞ്ഞെങ്കിലും കൂടെ ചെല്ലാൻ അവൾ തയ്യാറാകുന്നില്ല. അവൻ അത്യാവശ്യം മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് കുറേ മെഡിസിനും വൈറ്റമിൻ ടാബ്ലറ്റും ഒക്കെ വാങ്ങി വെച്ചിട്ടാണ് അവൻ പോയത്. ഷെങ്മുവിൻ്റെ എതിരാളിയായി ഓപ്പൺ ചെയ്ത സ്വീറ്റ് ഷോപ്പിൽ പുതിയ മാനേജറും സിസ്റ്ററും കൂടി എത്തുന്നുണ്ട്. ജിയാങ്മു 2 കൽപ്പിച്ച് ഷെങ്യുവിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ്. രാവിലെ അവൾ ജോഗിങ്ങിന് ഇറങ്ങിയപ്പോൾ മുതൽ അവൻ അവളുടെ പുറകെ കൂടുന്നു. അതിനുശേഷം രണ്ടുപേരും ഒരു ആർച്ചറി ക്ലബ്ബിൽ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനേക്കാളും മികച്ച രീതിയിൽ അവൾ ബുൾസയിൽ തന്നെ അമ്പെറിഞ്ഞു കൊള്ളിക്കുന്നു. പിന്നീട് പോയത് ഒരു ബോക്സിംഗ് ക്ലബ്ബിലേക്കാണ്. അവിടെ അവളെ തോൽപ്പിക്കാൻ കഴിയുമെന്നവൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവൾ അവനെ ഇടിച്ച് പരുവമാക്കി നിലനിരുന്നു. ഷെങ്മുവിനെ ബോക്സിംഗ് പഠിപ്പിച്ചത് അവളാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. സിഹാൻ അടുത്ത ദിവസം അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്തെങ്കിലും വഴി കിട്ടുമെന്നറിയാൻ പുതിയ ഡെസേർട്ട് ഷോപ്പിലേക്കൊന്ന് പോയി നോക്കുന്നുണ്ട്. അവിടെ വെച്ച് അതിൻ്റെ മാനേജറെ അവൾ കാണുന്നു. അപ്പോഴാണ് അവൾക്ക് മുമ്പ് ക്രഷ് ഉണ്ടായിരുന്ന അവളുടെ ക്ലാസ് പ്രസിഡന്റ് ഹാൻ ആണെന്ന് അറിയുന്നത്. അവൾ അവിടെ നിൽക്കുന്ന വിവരം ഷെങ്മുവിൻ്റെ 2 സ്റ്റാഫ് അപ്പോൾ തന്നെ അവനെ അറിയിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബായ് സിഹാൻ വിവരം ചോദിച്ചു കൊടുത്തതിൻ്റെ കമ്മീഷൻ വാങ്ങാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. നിങ്ങൾക്കൊന്നും ഇവിടെ ജോലിയൊന്നുമില്ല എന്ന് ചോദിച്ച് ഷെങ്മു അവരെ വഴക്ക് പറഞ്ഞെങ്കിലും അവൻ അപ്പോൾ തന്നെ അവളെ അന്വേഷിച്ച് പോകുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് സിഹാനും പ്രസിഡന്റും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോഴാണ് അവൻ വേറെ പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു. ഒരുമിച്ചാണ് വിദേശത്ത് പഠിക്കാൻ പോയത് എന്നൊക്കെ ഉള്ളത് വെറും തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല അവൾക്കുണ്ടായിരുന്ന പോലെ തന്നെ അവനും അവളോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ അതിനെക്കുറിച്ച് തുറന്നു പറയാൻ തുടങ്ങിയതാണ്. പക്ഷേ അതിന് സമ്മതിക്കാതെ സിഹാൻ ഇടയ്ക്ക് കയറി വിഷയം മാറ്റുന്നു. അപ്പോഴേക്കും ഷെങ്മു ഷോപ്പിന് പുറത്തെത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു ശ്രദ്ധയുമില്ലാതെ ഓടിപ്പാഞ്ഞു വന്ന പ്രസിഡന്റിന്റെ സിസ്റ്റർ സിയാങ് അവനെ ചെന്നിടിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിലെ വെള്ളം അവളുടെ ഡ്രസ്സിൽ വീഴുന്നു. അത് അവൻ്റെ കുറ്റമാണെന്നുള്ള രീതിയിൽ അവൾ അവൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ അവൻ ഷോപ്പിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ചെന്ന് നഷ്ടപരിഹാരം ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. പക്ഷേ അവളത് വിശ്വസിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ അവന് നമ്പർ നൽകേണ്ടി വരുന്നു. അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച ശേഷം അവൻ ഷോപ്പിനടുത്തേക്ക് ചെല്ലുന്നു. ഗ്ലാസ്സിലൂടെ പുറത്തു നിൽക്കുന്ന അവനെ കണ്ട സിയാൻ കൈയോടെ പിടികൂടിയ സ്ഥിതിക്ക് ഇനി അവനോട് എന്ത് എക്സ്പ്ലനേഷൻ നൽകുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴേക്കും അവൻ അകത്തേക്ക് കയറി അവളുടെ അടുത്ത സീറ്റിൽ വന്നിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയ സിയാങ് അവൻ ബ്രദറിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പരിചയക്കാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്കൊപ്പം ചെന്നിരിക്കുന്നു. ഇതെൻ്റെ ക്ലാസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് സിഹാൻ അവന് ഹാനിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഹാൻ ഒരു വിസിറ്റിംഗ് കാർഡ് അവന് നൽകുന്നുണ്ട്. അവൻ ആ ഷോപ്പിൻ്റെ മാനേജറാണെന്ന് അറിഞ്ഞപ്പോൾ ഷെങ്മു ആ കാർഡ് കയ്യിൽ വെച്ച് ഞെരിക്കുന്നുണ്ട്. ഇനി നിന്നാൽ സംഗതി പിശക്കുമെന്ന് മനസ്സിലാവുന്നതിനാൽ സിഹാൻ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയെങ്കിലും അവൻ അവിടെ തന്നെ ഇരുന്നിട്ട് ഹാനിന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം പുതിയ ഡെസർട്ടുമായി ബന്ധപ്പെട്ട കോപ്പിടി പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു. സിഹാൻ വീണ്ടും അവനെ തടയാൻ ശ്രമിച്ചപ്പോൾ റൂയിയുടെ അടുത്തേക്ക് പോകാനാണോ നീ ഇത്ര തിരക്കൂട്ടുന്നതെന്ന് അവളോട് ചോദിച്ചിട്ട് റൂയി ഞങ്ങളുടെ മകനാണ് എന്ന് ഹാനിനോട് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് സിയാൻ വിളിച്ചു ചോദിച്ചെങ്കിലും അതിനൊന്നും മറുപടി പറയാൻ അവൻ നിൽക്കുന്നില്ല. വിശദമായ കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് സിഹാൻ ഹാനിനോട് വിളിച്ച് പറയുന്നുണ്ട്. ഷോപ്പിൻ്റെ അടുത്ത് കുറച്ച് മാറി കഴിഞ്ഞപ്പോൾ നീ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. ചിലപ്പോൾ നീ വിചാരിക്കുന്ന പോലെ റെസിപ്പി കോപ്പി അടിച്ചതാകാൻ സാധ്യതയില്ല. രണ്ടും ഒരേപോലെ ആയത് കോൺഫിഡൻസ് ആയിരിക്കുമോ എന്നവൾ ചോദിക്കുന്നു. ആരോ റെസിപ്പി അവർക്ക് മെയിൽ അയച്ചു കൊടുത്ത കാര്യം അവനപ്പോൾ പറയുന്നുണ്ട്. അത് ഞാനാണെന്ന് നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ച് അവർ തമ്മിൽ വീണ്ടും വഴക്കാകുന്നു. അവളെ സംശയമില്ല എന്നവൻ പറഞ്ഞിട്ടും അവളത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും നീ എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ മറക്കില്ല, ക്ഷമിക്കാൻ തയ്യാറായിട്ടുമില്ല എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയെങ്കിലും റൂയിയെ കണ്ടിട്ട് പോയാൽ പോരെ എന്നവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൾ കൂടെ ചെല്ലുന്നു. അവൾ അവൻ്റെ അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നത് കണ്ടപ്പോഴേ ബായി ഇഷ്ടപ്പെടാത്തതുപോലെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. റൂയി അവളെ കണ്ട് ശരിക്കും ഹാപ്പി ആകുന്നുണ്ട്. അവളന്ന് വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്നവൻ പ്രതീക്ഷിച്ചെങ്കിലും കുറച്ച് ദിവസം കൂടി തിരക്കുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല. അവനോട് അവളുടെ കൂടെ ചെല്ലാൻ അവൾ പറയുന്നു. പക്ഷേ അങ്കിളിനെ വിട്ടു പോകാൻ അവൻ തയ്യാറാകുന്നില്ല. തിരക്ക് കഴിഞ്ഞാൽ ഉടനെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലാം എന്നവൻ ഉറപ്പ് കൊടുത്തിട്ട് അവൾ പോകുന്നു. ഷെങ്മു പുറകിൽ നിന്ന് വിളിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചെങ്കിലും അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്കിളിന് ആൻറ്റിയോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് റൂയി അവനെ തള്ളിക്കൊണ്ട് പുറകെ ചെന്നെങ്കിലും സൂക്ഷിച്ചു പോകണം എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അവൾ കുറച്ച് നിരാശയായിട്ടാണ് അവിടെ നിന്ന് പോയത്. ഗേൾ ഫ്രണ്ടിൻ്റെ പിണക്കം മാറ്റാൻ എന്താണ് വഴിയെന്ന് അന്ന് രാത്രി അവൻ നെറ്റിൽ തിരയുന്നുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻസ് ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ മറ്റാരാണെന്നുള്ള രീതിയിൽ അവളുടെ ബ്ലോഗർ ഐഡിയിലൂടെ അവളോട് തന്നെ അതിനുള്ള വഴി ചോദിക്കുന്നു. പരസ്പരം മനസ്സിലാക്കാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക, ഒരുമിച്ച് ഇടപഴകാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് അവൾ പറഞ്ഞു കൊടുത്തത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് റൂയി ഉറക്കത്തിൽ അച്ഛനെയും അമ്മയും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അവനത് വീഡിയോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തിട്ട് അവൻ്റെ വിഷമം കുറച്ച് കുറയ്ക്കാനായി
നാളെ പകൽ ഷോപ്പിലേക്ക് വരണമെന്ന് മെസ്സേജ് അയക്കുന്നു. അടുത്ത ദിവസം അവൻ പറഞ്ഞതുപോലെ തന്നെ അവൾ ഷോപ്പിലെത്തുന്നുണ്ട്. റൂയിയും അവനും അവിടെ ഉണ്ടായിരുന്നു. ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അവർ 3 പേരും കൂടി അകത്ത് ഡെസേർട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. റൂയിയെ കൊണ്ടും അവളെ കൊണ്ടും ചെറിയ കാര്യങ്ങൾ ചെയ്ത് അവരെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു. അവൻ എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും 3 പേര് ശരിക്കും എൻജോയ് ചെയ്യുന്നു. അവളോട് തിരികെ വീട്ടിലേക്ക് വരാൻ റൂയി ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അവളില്ലാത്തത് കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അവനും പറഞ്ഞപ്പോൾ തിരികെ ചെല്ലാമെന്ന് അവൾ സമ്മതിക്കുന്നു. ഡെസേർട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് കഴിക്കാൻ വേണ്ടി റൂയിയും അവളും കൂടി പിടിവലി നിർത്തുന്നത് കണ്ട് അവൻ അവളുടെ തലയിൽ അറിയാതെ വാത്സല്യത്തോടെ തല്ലോടുന്നു. അവൾ ശ്രദ്ധിച്ചപ്പോൾ അവൻ കൈ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. 3 പേരും കൂടി സെൽഫിയൊക്കെ എടുത്ത ശേഷമാണ് പിരിഞ്ഞത്. അന്ന് തന്നെ അവൾ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നു. അവൾ വരുന്നത് പ്രതീക്ഷിച്ച് പുതിയ സ്ലിപ്പേഴ്സൊക്കെ അവൻ വാങ്ങി വെച്ചിരുന്നു. അന്ന് രാത്രി അവൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവനും വെള്ളം കുടിക്കാനായി ഇരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും അവൾ മുന്നിൽ നിന്ന് മാറാത്തത് കൊണ്ട് അവൻ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ തൊട്ടുപുറകിലെത്തിയപ്പോഴാണ് അവൾ ഞെട്ടിത്തിരിയുന്നത്. അവൻ വെള്ളമെടുക്കാൻ വന്നതാണ് എന്ന് മനസ്സിലായപ്പോൾ അവൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. അവൾ തെറ്റിദ്ധരിച്ചെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ ചിരിക്കുന്നുണ്ട്. അവൾ അന്ന് രാത്രി റൂയിക്കൊപ്പം വരുന്ന ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നു. അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിരിയുന്ന ഒരു സാഹചര്യം വന്നാൽ അവന് എൻ്റെ ഒപ്പം നിൽക്കാനാണോ അവൻ്റെ അച്ഛനൊപ്പം നിൽക്കാനാണോ താല്പര്യമെന്ന് എപ്പോഴെങ്കിലും അവനോട് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് ചേച്ചി അവളെ പറഞ്ഞേൽപ്പിക്കുന്നു. റൂയിയുടെ അച്ഛനെ സമയം ഷെങ്മൂനെ വിളിച്ച് ക്യാമറ വാങ്ങി തന്നിട്ട് അതിൻ്റെ പാസ്വേഡ് പറഞ്ഞു തരാത്തത് പോട്ടെ, എൻ്റെ മകൻ്റെ കുറച്ച് ഫോട്ടോസെങ്കിലും അയച്ചു തന്നുകൂടെ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനപ്പോൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു. പക്ഷേ അതെല്ലാം അവർ 3 പേരും കൂടി ഉള്ളതായിരുന്നു. അവൻ്റെ തനിച്ചുള്ള ഫോട്ടോസൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ നാളെ എടുത്ത് അയച്ചു തരാം എന്നവൻ പറയുന്നു. അയച്ചു കൊടുത്ത ഫോട്ടോസിലെല്ലാം അവൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ട് നിങ്ങൾ 3 പേരും കൂടി ഫാമിലി ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുകയാണെന്ന് തോന്നുന്നല്ലോ. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ വെറുതെ സമയം കളയരുത്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. റൂയിയുടെ അമ്മയുമായുള്ള പിണക്കം തീർക്കാൻ ഞാനും ശരിക്കും വർക്ക് ചെയ്തേ പറ്റൂ എന്നൊക്കെ റൂയിയുടെ അച്ഛൻ അവനോട് പറയുന്നു. എത്രയും പെട്ടെന്ന് പിണക്കം മാറ്റാൻ പറഞ്ഞിട്ട് സിഹാനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ അവൻ വേഗം ഫോൺ കട്ട് ചെയ്യുന്നു. ചേച്ചി പറഞ്ഞ കാര്യം എങ്ങനെ റൂയിയോട് ചോദിക്കും എന്നുള്ള വിഷമത്തിലായിരുന്നു സിഹാൻ. പേരൻസ് വഴക്കിട്ടാൽ ഏറ്റവും കൂടുതൽ വിഷമത്തിലാവുന്നത് കുട്ടികളാണല്ലോ എന്നവൾ വിഷമത്തോടെ ചിന്തിക്കുന്നുണ്ട്. ഇടയ്ക്കെന്താ ആവശ്യത്തിനായി പോകുമ്പോൾ അവൻ ഉറങ്ങിയിട്ട് ഷെങ്മുവിൻ്റെ മുറിയിൽ ലൈറ്റ് കിടക്കുന്ന കണ്ട് അവളത് ഓഫാക്കുന്നുണ്ട്. ഷെങ്മുവിൻ്റെ ചെറുപ്പത്തിൽ അവനൊരു ഭാരമാണ്, എനിക്കവനെ നോക്കാൻ പറ്റില്ല, എന്നെ ഇവിടെ നിന്ന് വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മ അച്ഛനുമായി വഴക്കുണ്ടാക്കുന്നതും അവർ രണ്ടുപേരും നിന്റെ കൂടി മക്കളല്ലേ, അവരെ നോക്കേണ്ടത് നിന്റെ കൂടി ഉത്തരവാദിത്തമല്ലേ എന്ന് പറഞ്ഞ് അച്ഛനമ്മയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതും എനിക്ക് മരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും വഴക്കുണ്ടാക്കുന്നതുമൊക്കെ കുട്ടിയായി അവൻ മറിഞ്ഞെന്ന് കണ്ടിരുന്നു. അതൊന്നും അവൻ്റെ മനസ്സിലുണ്ടാക്കിയ വേദന ഇപ്പോഴും അവനെ വേട്ടയാടുന്നുണ്ട്. ഉറക്കത്തിലത് സ്വപ്നം കണ്ട് അവൻ ഞെട്ടി ഉണരുന്നു. വെപ്രളപ്പെട്ടവൻ മുറിയിലെ ലൈറ്റ് ഓണാക്കുന്നു. അതിനിടയിൽ അവൻ്റെ കൈ തട്ടി അവിടെ വെച്ചിരുന്ന ഫോട്ടോ താഴെ വീഴുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ സിഹാൻ അവൻ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നു. ഉറങ്ങുമ്പോൾ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യാറില്ല എന്നവൻ പറഞ്ഞപ്പോൾ അക്കാര്യം അറിയാതെ അത് ഓഫ് ചെയ്തതിന് അവൾ സോറി പറയുന്നു. അപ്പോഴും അവൻ നോർമലായിരുന്നില്ല. അവളോട് മുറിയിലേക്ക് പോയിക്കൊള്ളാൻ അവൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. എന്താണ് പ്രശ്നമെന്നറിയാതെ അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ അവനെ കണ്ടപ്പോൾ അവൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചെങ്കിലും തലേ ദിവസം രാത്രിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും അവൻ കാണിക്കുന്നില്ല. ഞാനും റൂയും കൂടി പുറത്തുനിന്ന് കറങ്ങാൻ പോവുകയാണെന്ന് അവൾ അവനെ അറിയിക്കുന്നു. എവിടെയാണ് പോകുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ കൃത്യമായി ഒന്നും പറയുന്നില്ല. പുറത്തു പോകുമ്പോൾ സ്ഥലം പരസ്പരം പറയാമെന്ന് കോൺട്രാക്ട് എഴുതിയിരുന്ന അവനെ ഓർമ്മിച്ചപ്പോൾ ഡസൽ ഷോപ്പിലേക്കാണ് പോകുന്നതെന്ന് റൂയി പറയുന്നു. ഹാനിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നതെന്ന് അവൾക്ക് തുറന്നു പറയേണ്ടി വരുന്നു. അവർ പോക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എനിക്കിന്ന് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്നവൻ പറഞ്ഞു നോക്കിയെങ്കിലും അവളൊന്ന് മൂളിയിട്ട് റൂയിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. സിയാങ് ഈ സമയം ഷെങ്മുവിനെ അന്വേഷിച്ച് അവൻ്റെ ഷോപ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. 10 മണിയായിട്ട് നിങ്ങളുടെ ബോസ് എന്താണ് വരാത്തതെന്ന് ഒരു 10 തവണയെങ്കിലും അവൾ ഓടി ഉണ്ടായിരുന്ന സ്റ്റാഫ് ഈഹാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. വീണ്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷെങ്മു അവിടെ എത്തിയത്. അവൻ അവളെ ആദ്യം മനസ്സിലായില്ല. അവൾ ഓർമ്മിച്ചപ്പോൾ ഡ്രസ് വാഷ് ചെയ്തതിന് ചിലവായ കാശ് എത്രയാണെന്ന് ഹാങ്ങിനോട് ചോദിച്ച് വാങ്ങിച്ചോളാൻ അവൻ പറയുന്നു. അതിനുവേണ്ടിയല്ല വന്നത്, അവനും സിഹാനും തമ്മിൽ റിലേഷൻഷിപ്പിലാണോ എന്നറിയാനാണ് വന്നതെന്ന് അവൾ പറഞ്ഞപ്പോൾ അത് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുന്നു. അവൻ്റെ പുറകെ അകത്തേക്ക് പോകാൻ തുടങ്ങി അവളെ ഈഹാങ് തടയുന്നു. ഹാൻ സിഹാനെയും റൂയിയെയും കൂട്ടി ഒരു പാർക്കിലേക്കാണ് പോയത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം, റൂയിക്ക് കളിക്കുകയും ചെയ്യാം എന്നവൻ പറയുന്നു. കുറേ ഡെസർട്ടുകളും അവൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കോപ്പിയുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് അവൾ അവനെ കണ്ടത്. അവൻ ആ ഡെസർട്ടും ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അത് ടേസ്റ്റ് ചെയ്ത ശേഷം രണ്ടിനും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഷെങ്മു ഉണ്ടാക്കിയതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല എന്നവൾ പറയുന്നു. കോപ്പിയുടെ വിഷയത്തെക്കുറിച്ച് അവൻ സൂചിപ്പിച്ച ദിവസം തന്നെ ഞാൻ ഹെഡ് ഓഫീസിൽ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഈ റെസിപ്പി കമ്പനി വാങ്ങിയതാണ് എന്നാണ് അവിടെ നിന്ന് അറിയിച്ചത്. കോപ്പിയുടെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല, എന്തെങ്കിലും തെറ്റിദ്ധാരണ ആയിരിക്കുമെന്ന് ഹാൻ ചോദിക്കുന്നു. അവനത് സ്വന്തമായി ഉണ്ടാക്കുന്നത് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് അവനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സിഹാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് അവൻ ചോദിക്കുന്നു. റൂയിയുടെ കാര്യം നോക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ റിലേഷൻഷിപ്പ് ഒന്നുമല്ല എന്നവൾ വ്യക്തമാക്കുന്നുണ്ട്. ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഷെങ്മു ഷോപ്പിലുണ്ടെങ്കിലും അവന് മര്യാദയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് കൂടുതൽ സമയം അവൻ ഓറഞ്ച് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആരോട് ദേഷ്യം തീർക്കുന്ന പോലെയാണത് മുറിക്കുന്നത്. അവൻ കുറേ സമയമായി അതിന് ചെയ്യുന്ന കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ചർച്ച ചെയ്യുകയാണെന്ന് ആൽവർ സംഘം.
അവനെ കാണാൻ രാവിലെ വന്ന സിയാങ് ഡെസേർട്ട് ഓർഡർ ചെയ്ത് ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവൾ സീ ഷോപ്പിൻ്റെ മാനേജറുടെ സിസ്റ്ററാണ് എന്ന് കൂട്ടത്തിലൊരാൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഐഡിയാസ് കണ്ടുപിടിക്കാൻ വന്നതായിരിക്കും. അവളെ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യണം. അവൾ ബോസുമായി അടുക്കാൻ പാടില്ല എന്ന് ബായ് ഈഹങ്ങിനോട് പറയുന്നു. ഈഹങ് അവളുടെ അടുത്ത് ചെന്ന് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തുന്നു. എനിക്ക് അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്താൽ മാത്രം മതി എന്ന് സിഹാങ് പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ നോക്കാതിരിക്കാനായി ഈഹങ് അവളുടെ മുന്നിൽ കയറി നിൽക്കുന്നുണ്ട്. ഹാനിനോട് അന്നത്തെ സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ നോട്ട് ബുക്ക് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരെങ്കിലും വായിച്ചിരുന്നതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അപ്പോഴാണ് ബുക്ക് കൊണ്ട് കൊടുത്തത് ബായിയുടെ കയ്യിലാണല്ലോ എന്ന കാര്യം അവൾ ഓർത്തത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന മുമ്പ് റൂയി മറിഞ്ഞുകൊണ്ട് കരയുന്നതിനാൽ അവൾ അങ്ങോട്ടേക്ക് എഴുതിട്ട് ഓടുന്നു. അവളുടെ കോൾ വന്നപ്പോൾ ഇപ്പോഴെങ്കിലും വിളിക്കാൻ ഓർത്തല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഷെങ്മു ഫോൺ എടുത്തത്. എന്താണ് കാര്യം, ഞാൻ ബിസിയാണ് എന്ന് ജാഡയിൽ പറയുന്നുമുണ്ട്. പക്ഷേ റൂയി വീണു എന്ന് കേട്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് അവൻ പാഞ്ഞെത്തുന്നു. അവൻ ചെല്ലുമ്പോൾ റൂയിയെയും കൊണ്ട് അവൾ ഡോക്ടറുടെ മുന്നിലായിരുന്നു. ഡോക്ടറുടെ ചെക്കപ്പ് കഴിക്കുന്നതിൽ റൂയിക്ക് എങ്ങനെയുണ്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ എല്ലാം പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ അവരോട് പൊയ്ക്കോളാൻ പറയുന്നു. അവരെ അവൻ്റെ അച്ഛനും അമ്മയുമായി തെറ്റിദ്ധരിച്ചത് ഷെങ്മുവിന് തിരി ഇഷ്ടപ്പെടുന്നില്ല. റൂയിയുടെ നെറ്റിയിൽ മുറിവും പറ്റിയിരുന്നു. ശ്രദ്ധക്കുറവ് കാരണം അങ്ങനെ സംഭവിച്ചതിന് ഹാൻ അവളോട് സോറി പറയുന്നുണ്ട്. മറ്റൊരു ദിവസം കാണാമെന്ന് പറഞ്ഞ് അവൻ അവരെ യാത്രയാക്കുന്നു. അവൾ ഷെങ്മുവിൻ്റെ വണ്ടിയുടെ പുറകിലത്തെ സീറ്റിൽ കയറാൻ തുടങ്ങിയപ്പോൾ മുന്നിൽ കയറാൻ അവനോട് പറയുന്നു. അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഹാനിനെ കാണിക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം അവളുടെ അടുത്ത് കാഞ്ഞിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു. ഷെങ്മുവിൻ്റെ ഓഫീസിൽ അന്ന് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് എത്തുന്നുണ്ട്. ഷെങ്മുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അന്ന് അവൾ അയാളുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ അയാൾക്ക് ഇപ്പോഴും അവളുമായി ബന്ധം തുടരാൻ താല്പര്യമുണ്ട് എന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളോട് പേഴ്സണൽ വിഷയങ്ങൾ ചോദിച്ചറിയാനായിരുന്നു അയാൾക്ക് താല്പര്യം. അയാളുമായുള്ള ഡീൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അവൾക്ക് മുഷിഞ്ഞ് സംസാരിക്കാനും കഴിയുന്നില്ല. അയാൾ ഡിന്നറിന് ക്ഷണിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറുന്നു. അവസാനം അയാൾ കോഫി കുടിക്കാൻ അവളെ കൂടി സമ്മതിപ്പിക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഷോപ്പിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പാർക്കിലേക്ക് പോയതിന് ഷെങ്മു ദേഷ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പ്ലാൻ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, പിന്നെ മദ്യപിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് രസിക്കുക, ഇതൊക്കെയായിരുന്നു എന്ന് അവൻ ചോദിച്ചപ്പോൾ അവളും ദേഷ്യപ്പെട്ട് പിണങ്ങിയിരിക്കുന്നു. കോഫി കുടിക്കുന്നിടയിൽ ഷെങ്യുവിൻ്റെ എക്സ് അവളുടെ കയ്യിൽ പിടിക്കാൻ ശ്രമം നടത്തുന്നെങ്കിലും അവൾ നൈസായി ഒഴിഞ്ഞു മറന്നു. അവൻ്റെ ഉദ്ദേശം മനസ്സിലായെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അവൾ ക്ഷമയോടെ ഇരിക്കുകയാണ്. ഷെങ്മു അവരെ വീട്ടിലാക്കിയ ശേഷം ജിയാങ്മുവിൻ്റെ അടുത്ത് പോയി അന്നത്തെ വിഷമം തീർക്കാൻ അവനോടൊപ്പം മദ്യപിക്കുന്നു. സംസാരിക്കുന്നിടയിൽ മിസ്മൂൺ ഡിസർട്ടിനെ കുറിച്ച് സിഹാൻ എഴുതിയ കഥയിലെ പെണ്ണ് ശരിക്കും അവൾ തന്നെയല്ലേ എന്ന് ജിയാങ്മു അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ സമ്മതിച്ചപ്പോൾ ഇഷ്ടം തോന്നിയ പെണ്ണ് കൂടെ തന്നെ ഉണ്ടായിട്ടും ഇതുവരെയായിട്ടും അവനൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തതിന് ജിയാങ്മു അവനെ കളിയാക്കുന്നു. ഒരു വർഷം മുമ്പ് ഒരു കിസ് നടന്നിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളായിട്ടും അവളെ ഗേൾഫ്രണ്ട് ആക്കാൻ കഴിയാത്തതിനും അവൻ കളിയാക്കുന്നു. ഷെങ്മു അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൻ ചെല്ലുമ്പോൾ അവൾ ഹാളിൽ നിന്ന് ടി വിയിൽ കാർട്ടൂൺ കാണുകയാണ്. ഒരു കയ്യിൽ സ്നാക്സും മറ്റേ കയ്യിൽ ഏതോ ഡ്രിങ്കുമുണ്ട്. അവൻ്റെ വരവ് കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റ് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കുറച്ചുണ്ടെന്ന് കാണിച്ചിട്ട് റൂയി എവിടെയെന്ന് അവൻ അന്വേഷിക്കുന്നു. അവൻ ഉറക്കമായി എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളുടെ ഡ്രസ്സിൻ്റെ ബട്ടൺ തുറന്നു കിടക്കുന്നവൻ ശ്രദ്ധിച്ചത്. അവൻ അടുത്തേക്ക് ചെന്ന് അത് പിടിച്ചിട്ട് കൊടുക്കുന്നു. സിഹാൻ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ അവൻ അവളെ കിസ് ചെയ്തത്. രണ്ട് കയ്യിൽ സാധനങ്ങളുമായാണ് സിഹാൻ്റെ നിൽപ്പെങ്കിലും കിസ് അവളും എൻജോയ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കുട്ടി കരയുന്ന പോലെ ശബ്ദം കേട്ട് റൂയി ആയിരിക്കുമെന്ന് കരുതി രണ്ടുപേരും ഞെട്ടിമറന്നു. പക്ഷേ ശബ്ദം കേട്ടത് ടി വിയിലായിരുന്നു. എന്തായാലും സിഹാൻ വേഗം അകത്തേക്ക് ഓടുന്നു. ഈ കിസ് എന്തായാലും അവൾ ഒരിക്കലും മറക്കില്ല എന്നവൻ സോഫയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. എൻ്റെ ശരിക്കുള്ള ഫസ്റ്റ് കിസ്സും പോയി. ഇത്തവണ അവന് ബോധമില്ലായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നൊക്കെ മുറിയിൽ നിന്ന് സിഹാൻ പറയുന്നുണ്ട്. പക്ഷേ അവൻ അങ്ങനെ ചെയ്തതിൽ അവൾക്ക് വിഷമമൊന്നുമില്ല. എക്സ് പോയി കഴിഞ്ഞ് തനിച്ചിരിക്കുന്ന സമയത്ത് എനിക്കിതിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഷെങ്യു ജിങ്മുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ അവനപ്പോഴേക്കും ഉറക്കം പിടിച്ചിരുന്നതിനാൽ അത് കാണുന്നില്ല. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അയച്ചു പോയതാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും അവനത് കണ്ടില്ല എന്ന് മനസ്സിലായി അവളത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സോഫയിൽ കിടന്നുറങ്ങിയത് കൊണ്ട് കഴുത്തിന് അത്ര സുഖമില്ലാതെയാണ് ഷെങ്മു രാവിലെ ഉണർന്നത്. അവൻ ബാത്റൂമിലേക്ക് നടക്കുമ്പോഴാണ് അവൾ എതിരെ വന്നത്. പരസ്പരം നോക്കാൻ രണ്ടുപേർക്കും നല്ല ചമ്മൽ തോന്നുന്നുണ്ട്. തലേ ദിവസം രാത്രിയിലെ കാര്യം അവളെന്തോ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞാനിതിൽ ഓഫായിരുന്നു, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് അവൻ പറയുന്നു. അവൾക്കത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അവൻ്റെ നോട്ട്ബുക്ക് അന്ന് ബാഗിയുടെ കയ്യിൽ കൊടുത്തിരുന്ന കാര്യം ഓർമ്മിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് അവനോട് ചോദിക്കാൻ പറഞ്ഞ് അവൾ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നു. അവൾ ദേഷ്യത്തിലാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. കിസ് ചെയ്തതിനായിരിക്കും എന്ന് കരുതി അവൻ മുറിയിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇന്ന് 6ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നീതുവിനും ഹസ്ബൻഡിനും കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ആശംസകൾ അറിയിക്കുന്നു. ഈ ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.